നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായാണ് മലയാളികളുടെ പ്രിയ നടൻ സലിംകുമാറിന്റെ മരണവാർത്ത സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും തേടിയെത്തിയത്. അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞത് മുതൽ അദ്ദേഹം ആരോഗ്യവാനായി തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നെങ്കിലും വെറും 56-ാം വയസ്സിൽ പ്രിയതാരം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോഴിതാ തന്റെ ഉറ്റ സുഹൃത്തിന്റെ മൃതദേഹത്തിനരികിൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി നിൽക്കുന്ന നടൻ ദിലീപിന്റെ ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നോവായി മാറുന്നത്. സിനിമയ്ക്ക് അകത്തും പുറത്തും ദിലീപുമായി അടുത്ത ആത്മബന്ധവും പുലർത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു സലിംകുമാർ. മിമിക്രി വേദികൾ തൊട്ടുള്ള ഇവരുടെ സൗഹൃദം ചലച്ചിത്ര മേഖലയിലും ശക്തമായി തുടർന്നു. സലിംകുമാറിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വന്നയുടൻ തന്നെ നാദൃശ്യം ദിലീപും വിവരങ്ങൾ അന്വേഷിച്ച് ഓടിയെത്തി. പ്രിയ സുഹൃത്തിന്റെ ജീവനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവർക്ക് ഒടുവിൽ കണ്ണീരോടെ ആ വിയോഗം ഉൾക്കൊള്ളേണ്ടി വരികയായിരുന്നു. ഇന്നലെ വരെ ഒപ്പമിരുന്ന് സംസാരിച്ചവർ, ഒരുമിച്ച് ചായ കുടിച്ചവർ, നമ്മുടെ സങ്കടങ്ങളിൽ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചവർ പെട്ടെന്നൊരു നിമിഷം ഓർമ്മയായി മാറുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഒരുതരം മരവിപ്പാണ്. മരണത്തിന്റെ വാർത്ത വിശ്വസിക്കാൻ മനസ്സ് വിസമ്മതിക്കും. മലയാള സിനിമയിൽ ദിലീപും സലിംകുമാറും ഒന്നിച്ച് ജനപ്രിയമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ്. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ഒട്ടനവധി കോംബോകൾ ഇരുവരും ചേർന്ന് വെള്ളിത്തിരയിൽ സമ്മാനിച്ചു. 10 വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ കലാഭവൻ മണി മരിച്ചപ്പോഴാണ് ഇതുപോലെ ഹൃദയം തകർന്നു നിൽക്കുന്ന ദിലീപിനെ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. മിമിക്രിയുടെയും സിനിമയുടെയും തുടക്കകാലം മുതൽ തനിക്കൊപ്പം തോൾ ചേർന്ന് നടന്നവരെല്ലാം ഒന്നൊന്നായി പോയി മറയുന്നത് ദിലീപിനെ എത്രത്തോളം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. നഷ്ടബോധത്തിന്റെ കനത്ത ഭാരത്തോടെ സലിംകുമാറിന് അരികിൽ നിൽക്കുന്ന ദിലീപ് കണ്ടു നിൽക്കുന്നവരുടെ കൺകോണുകളെ ഏറനണിയിക്കും. ഹാസ്യ കഥാപാത്രങ്ങളെ തനത് ശൈലിയിൽ അവതരിപ്പിച്ചാണ് സലിംകുമാർ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയതെങ്കിലും ഗൗരവമേറിയ സീരിയസ് വേഷങ്ങളും തനിക്ക് അനായാസം വഴങ്ങുമെന്ന് ആദാമിന്റെ മകൻ അബു പോലുള്ള ചിത്രങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചു. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വലിയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ഒപ്പമുണ്ടായിരുന്ന പ്രിയ സുഹൃത്തുക്കൾക്കും മലയാള സിനിമയ്ക്കും നികത്താനാവാത്ത ഒരു വലിയ ശൂന്യതയാണ് സലിംകുമാറിന്റെ അകാല വിയോഗം സമ്മാനിച്ചിരിക്കുന്നത്. ഏറെ പ്രതീക്ഷകളോടെയാണ് നമ്മൾ കാത്തിരുന്നത്. ഇന്നലെ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. അദ്ദേഹം എത്രയും വേഗം ആശുപത്രിയിൽ നിന്ന് മാറുമെന്നുള്ളത്. അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിരുന്നു, രക്തത്തിൽ അണുബാധയുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ഇരിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിക്കുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ദീർഘനാളായി കരൾ രോഗബാധിതനായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിരുന്ന അദ്ദേഹം എന്തായാലും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തീരാനഷ്ടമാണ്. 56 വയസ്സ് എന്നതൊരു ചെറിയ പ്രായമാണ്. കാലഘട്ടത്തിൽ അകാല വിയോഗം വന്നിരിക്കുന്നു പ്രിയപ്പെട്ട സലിംകുമാറിന്. എന്തായാലും അനുശോചനം തുടരുകയാണ്. പറവൂരിൽ പൊതുദർശനമുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും.